പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യാൻ വേണ്ടി വളരെ മനോഹരമായി നമ്മുടെ ഷോപ്പിഫൈ അക്കൗണ്ടിലെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാം എങ്ങനെയാണ് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് ഇത് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഓണാക്കാനും മറക്കരുത്. കൂടാതെ ഓൺലൈൻ ജോബുകൾ, ഗൾഫ് ജോബുകൾ ഈ ഒരു ചാനലിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. മുഴുവനായിട്ട് കാണുക. നേരെ വീഡിയോയിലേക്ക് കടക്കാം. യെസ് ഗൈസ്, ഷോപ്പിഫൈയിൽ എങ്ങനെ നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം, നമ്മുടെ പ്രൊഡക്റ്റുകൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഫ്രീ ആയി വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ഇവിടെ ഞാൻ ജസ്റ്റ് ഷോപ്പിഫൈൻ്റെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ വെബ്സൈറ്റ് ഒരു അടിപൊളി ഡിസൈന് കൊടുക്കണം, ടൈറ്റിൽ അതുപോലെ തന്നെ വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റിനെ നമുക്ക് ഫ്രീ ആയിട്ട് നിർമ്മിക്കാം. അപ്പോൾ ഈ ഷോപ്പിഫൈ അക്കൗണ്ട് എങ്ങനെ എടുക്കേണ്ടതെന്നുള്ളത് ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കയറി കാണാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് യൂട്യൂബിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് ഷോപ്പിഫൈയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വെറും 35 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിഫൈയിൽ ക്രിയേറ്റ് ചെയ്യാം. ഫ്രീ ആയിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ഷോപ്പിഫൈയിൽ സെല്ല് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഒരു കസ്റ്റമർ പറഞ്ഞ പോലെ എങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനി പറയുന്നത്. ഷോപ്പിഫൈയിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഓൺലൈൻ സ്റ്റോർ. അതിൻ്റെ താഴത്ത് തീംസ് എന്ന് പറയുന്ന ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വെബ്സൈറ്റിൻ്റെ രൂപം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സാമ്പിളായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതായിട്ട് ഇവിടെ ഞാൻ ആഡ് എന്ന് കൊടുക്കുകയാണ്. ഇങ്ങനെ ആഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വെബ്സൈറ്റ് ഇവിടെ ആഡായിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെബ്സൈറ്റിലെ ചില മാറ്റങ്ങളൊക്കെ വരുത്തണം. അതിനുശേഷം നമ്മുടെ പ്രൊഡക്റ്റിനെ ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അതങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അതിനുശേഷം നമ്മുടെ ആ വെബ്സൈറ്റ് ഇവിടെ ആഡ് ആയതിനു ശേഷം ഇവിടെ കാണാൻ കഴിയും, ജസ്റ്റ് ആഡ് എന്ന് കാണാൻ കഴിയും. ഇനി അതിനെ നമുക്ക് ഡിസൈൻ ചെയ്യണം. അതിനായിട്ട് നമ്മളിവിടെ കസ്റ്റമൈസ് എന്ന് പറയുന്ന ഈ ഭാഗം ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ സ്റ്റോറിൻ്റെ ഒരു ഭാഗം ഇവിടെ ഏകദേശം വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇവിടെ നമ്മുടെ പ്രൊഡക്റ്റുകൾ ഏകദേശം സെല്ല് ചെയ്യുന്ന ആ ഒരു കോളം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് ഇവിടെ നമുക്ക് ടൈറ്റിൽ മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ക്ലിക്ക് ബട്ടൺ വേണമെങ്കിൽ അത് നമുക്ക് മാറി. ഇവിടെ എഡിറ്റ് ചെയ്യാൻ ഓപ്ഷനും കാര്യങ്ങളും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഹോമിലേക്ക് വരികയാണെങ്കിൽ ആ ഹോം നമുക്ക് ചേഞ്ച് ചെയ്യാം, കാറ്റലോഗ് ചേഞ്ച് ചെയ്യാം, കോണ്ടാക്റ്റ്, പിന്നെ നമുക്ക് വേറെ ഏതെങ്കിലും മെനുകൾ വേണമെങ്കിൽ അത് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ പ്രൊഡക്റ്റിൻ്റെ ഇതിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. മീഡിയ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഗാലറിയിലേക്ക് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രൊഡക്റ്റ്, നമ്മുടെ കളക്ഷന് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഓരോന്നിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൈസ്, ഇവിടെ നമുക്ക് ബട്ടണും കാര്യങ്ങളും ലെഫ്റ്റ് റൈറ്റ് എല്ലാത്തിലും നമുക്ക് അത് ആഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങളിവിടെ പബ്ലിഷ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വെബ്സൈറ്റ് ഇവിടെ ആഡാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെബ്സൈറ്റിൻ്റെ ആ ഒരു കാറ്റലോഗും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിൽ ബട്ടൺസും കാര്യങ്ങളും എന്തെല്ലാം ഫ്യൂച്ചർ കാര്യങ്ങൾ, ഹെഡർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, കളക്ഷൻ ടൈറ്റിൽ, അതുപോലെ തന്നെ മീഡിയ, പ്രൊഡക്റ്റ് ടൈറ്റിൽ, എല്ലാ കാര്യങ്ങളും, പ്രൈസ് ചേഞ്ച്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളാണ് ഗൈസ്. നമുക്ക് തന്നെ ഷോപ്പിഫൈയിൽ നമുക്ക് തന്നെ സിമ്പിളായിട്ട് നമ്മുടെ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്യാൻ കഴിയുന്നതാണ്. അതിനുശേഷം നിങ്ങൾ പബ്ലിഷ് ചെയ്യുക. ഇവിടെ ഇമ്പോർട്ട് തീം എന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇനി പറ്റിയൊരു തീം അപ്ലോഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരുപാട് തീമുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ തീമിൻ്റെ സ്റ്റൈലാണ് നിങ്ങൾക്ക് വേണ്ടതെന്നെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആ ഒരു തീമിനെ നിങ്ങൾക്ക്
കൊണ്ടുവരാവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ ആഡ് ന്യൂ കോപ്പി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വെബ്സൈറ്റിൻ്റെ കോപ്പി നിങ്ങൾക്ക് ഇതുപോലെ മനോഹരമായൊരു വെബ്സൈറ്റ് തന്നെ നമുക്ക് അവിടെ ആഡാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ആഡ് ന്യൂ കോപ്പി എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരു കോപ്പി നമുക്ക് നമ്മുടെ ഷോപ്പിഫൈയിൽ ആഡാവുന്നതാണ്. ഇവിടെ ജസ്റ്റ് ഞാനത് കോപ്പി ചെയ്തിട്ടുണ്ട്. ആ ഒരു വെബ്സൈറ്റിൻ്റെ സാമ്പിൾ കോപ്പി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇനി അതിലെന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് മാറ്റം വരുത്തണം എന്നുള്ളത് നോക്കാം. അതിന് ജസ്റ്റ് 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും യു സക്സസ്ഫുള്ളി ആഡഡ് കാണാൻ കഴിയും. അതിനുശേഷം നമുക്ക് എന്തെല്ലാം മാറ്റങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. ഇനി നമുക്കത് കസ്റ്റമൈസ് ചെയ്യാം. ഇവിടെ പിക്ക് പ്ലാൻ എന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് അതിനെ നമുക്ക് ഇവിടെ കസ്റ്റമൈസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് അതിൽ എന്തെല്ലാം ചേഞ്ചുകളാണ് വരുത്തേണ്ടത് വെച്ചാൽ ആ ചേഞ്ചുകൾ വരുത്താം. ഇവിടെ നമുക്ക് ഡെസ്ക് ടോപ്പിലാണെങ്കിലും മൊബൈൽ വേർഷൻ ആണെങ്കിലും നമുക്കിവിടെ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് മൊബൈൽ വേർഷൻ കൊടുക്കുകയാണെങ്കിൽ മൊബൈലിൽ നമുക്ക് നമ്മുടെ ആ വെബ്സൈറ്റിൻ്റെ ആ ഒരു രൂപം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. മൊബൈൽ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. ഇനി ഡെസ്ക് ടോപ്പിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ വെബ്സൈറ്റിൻ്റെ ആ ഒരു രീതിക്ക് തന്നെ അത് വന്നിട്ടുണ്ട്. ഇമെയിലും കാര്യങ്ങളും അതുപോലെ തന്നെ കോൺടാക്ട് നമ്പർ, ഫേസ്ബുക്ക്, ടെലിഗ്രാം കാര്യങ്ങളൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ലിങ്ക് അവിടെ ക്ലിക്കബിളായ ലിങ്ക് നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇൻസ്റ്റഗ്രാമിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടേക്ക് റീഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ എത്തുന്നതാണ്. ഇവിടെ ഹീറോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ആ ഒരു സ്റ്റോറിൻ്റെ പേരും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ കേസ് നമുക്ക് AI ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, AI ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിൽ ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതിന് നിങ്ങൾക്കിവിടെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ AI-ൻ്റെ ഒരു സംഭവം ഉണ്ടാവും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് AI മുഖേന നമുക്ക് എന്ത് ചെയ്യാം ജനറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഷോപ്പിഫൈയിൽ നമുക്ക് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യണ ആ ഒരു ഭാഗം വന്നിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.